നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഒരുപാട് മനുഷ്യജന്മങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ ശില്പവും രൂപം കൊള്ളുന്നത്. പള്ളിയായാലും അമ്പലമായാലും എന്തായാലും ഒരു കലാകാരൻ്റെ ചാതുരി വർണ്ണാതീതമാണ്. ഒരു പുരുഷായുസിൻ്റെ ഏറിയ പങ്കും ജീവിക്കാൻ വേണ്ടി, ജീവിതം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഓരോ ശില്പങ്ങളും നെയ്തെടുക്കുന്ന ശില്പിയുടെ മനസ്സ് എത്ര സുന്ദരമായിരുന്നു. ഭാവനയുടെ അതിരുകൾ കടന്ന ഓരോ ശില്പങ്ങൾ. ദാവങ്കരിയിലെ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ ഞാനൊരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വച്ച് കണ്ട ഒരു കൂറ്റൻ നന്ദിയുടെ പ്രതിമ, ആ പ്രതിമ കണ്ടാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക? മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരം എന്ന് വേണം പറയാൻ. അതിൻ്റെ കണ്ണുകളും അതിൻ്റെ മുഖഭാവവും, എന്തിന് അതിൻ്റെ ഓരോ കൊത്തും ആ നന്ദിവാഹനത്തിൻ്റെ സൗന്ദര്യത്തെ നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുകയില്ല. മായ്ച്ചാലും തീരാത്ത ഒരു വലിയ ശില്പചാതുര്യം തന്നെ അവിടെ കാണാൻ കഴിയും. ദാവങ്കരിയിൽ നിന്നും ഒരു 30-35 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്യണം ആ അമ്പലത്തിൽ എത്താൻ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നു. പക്ഷേ അവിടുത്തെ കല്ലിലും മണ്ണിലും തീർത്തിരിക്കുന്ന ശില്പങ്ങൾ, അതിലൊരുപാട് തൂണുകളും മറ്റും നശിച്ച് നാമാവശേഷമായി കിടക്കുന്നത്. പക്ഷേ ഓരോ തൂണുകളും ഓരോ ഭാഗവും എന്താണ്, എത്ര ജന്മമെടുത്താൽ അതിലൊരെണ്ണം ചെയ്തു തീർക്കാൻ കഴിയും. ഓരോ ശില്പങ്ങളും അത്ര മനോഹരമാണ്. ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതൊന്നുമല്ല. ആ ശില്പികളുടെ അവരുടെ മനസ്സിൻ്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന ശിലകളിലെ കാവ്യം എന്ന് വേണം നമ്മൾ പറയാൻ. വർഷങ്ങൾ 10-15 കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഓരോ ശിലകളും ഓരോ ശിലയിലെ രൂപങ്ങളും നമ്മോട് പറയുന്നത് ഇത് എൻ്റെ സൃഷ്ടിയാണ്, ഇത് എൻ്റെ സൃഷ്ടിയാണ്, നിങ്ങൾ കണ്ടുപോകൂ, എൻ്റെ മനസ്സിൽ നിന്നും ഊർന്നു വീഴുന്ന സൃഷ്ടിയാണ്, നിങ്ങൾ കാണൂ. കാലാന്തരത്തിൽ ഞങ്ങളെല്ലാം പോയി മറഞ്ഞു, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സ് തുറക്കുകയാണ്. ഈ ശില്പങ്ങൾ കാണൂ. ഈ ശില്പങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ശില്പികളും അവരനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും എല്ലാത്തിൻ്റെയും പ്രതിഫലനമാണ് ഈ ശില്പങ്ങൾ. ആ ശില്പങ്ങൾ കണ്ടതിൻ്റെ ഓർമ്മകളും, അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ കാണാനിരിക്കുന്നതുമായ അനേകം കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു ചലനവും യാതൊരു വ്യതിയാനവും സംഭവിക്കാത്ത ലക്ഷോപലക്ഷം ശില്പങ്ങൾ നെയ്തെടുത്ത നമ്മുടെ ഭാരതത്തിലെ കലാകാരന്മാരോളം വരുമോ
ലോകത്തിൻ്റെ ഏത് ദിശയിലും ഏത് ലോകത്ത് ചെന്നാലും ഉണ്ടാകുമോ എന്നത് സംശയം തന്നെയാണ്. എന്തായാലും അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് ശിലയായി. ഞാൻ തന്നെ അത് പാടി അവതരിപ്പിക്കുകയാണ്. എന്നാലും അതിൻ്റെ 2 വരി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. കാലത്തിൻ്റെ ജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാരണഭൂതരായ മനുഷ്യജന്മങ്ങൾ വിയർപ്പൊഴുക്കിയ ശിലകളിൽ രൂപങ്ങളും ഭാവങ്ങളും തെളിയുന്നു, രൂപങ്ങളും ഭാവങ്ങളും തെളിയുന്നു. കാലത്തിൻ്റെ ജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാരണഭൂതനായ മനുഷ്യജന്മങ്ങൾ വിയർപ്പൊഴുക്കിയ ശിലകളിൽ രൂപങ്ങളും ഭാവങ്ങളും തെളിയുന്നു. തുടർന്ന് കേൾക്കുക, കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്ക്. നന്ദി, നമസ്കാരം. കാലത്തിൻ രജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാലത്തിൻ രജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാരണഭൂതരായ മനുഷ്യജന്മങ്ങൾ വിയർപ്പൊഴുക്കിയ ശിലകളിൽ രൂപങ്ങളും ഭാവങ്ങളും തെളിയുന്നു. കാലത്തിൻ രജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാരണഭൂതരായ മനുഷ്യജന്മങ്ങൾ വിയർപ്പൊഴുക്കിയ ശിലകളിൽ രൂപങ്ങളും ഭാവങ്ങളും തെളിയുന്നു. കാലാന്തരത്തിൽ ശിലകളിൽ കോറിയിട്ട രൂപങ്ങൾ, കാലാന്തരത്തിൽ ശിലകളിൽ കോറിയിട്ട രൂപങ്ങൾ മാടി വിളിക്കുന്നു തങ്ങളെ ഒന്ന് കാണുവാൻ. ഇന്നലെയുടെ കോപ്പുകൂട്ടലും കോലങ്ങളും നിറങ്ങൾ പകരുന്നു മനസ്സിൽ, ഇന്നലെയുടെ കോപ്പുകൂട്ടലും കോലങ്ങളും നിറങ്ങൾ പകരുന്നു മനസ്സിൽ. അവിടെ ജീവിക്കുന്ന ശില്പികളെന്ന മഹത്വത്തിനുടയോ, അവിടെ ജീവിക്കുന്ന ശില്പികളെന്ന, അവിടെ ജീവിക്കുന്ന ശില്പികളെന്ന മഹത്വത്തിനുടയോ, ജീവന്റെ കണിക തുടിക്കുന്ന വിഗ്രഹങ്ങളിൽ നോക്കി നിൽക്കവേ അറിയാതെ കൈകൂപ്പുന്നു, അറിയാതെ മനസ്സു തുറക്കുന്നു, അറിയാതെ കൈകൂപ്പുന്നു, അറിയാതെ മനസ്സു തുറക്കുന്നു. നഷ്ടവസന്തങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഞൊടിയിടയിൽ മിന്നി മറയുന്നു, നഷ്ടവസന്തങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഞൊടിയിടയിൽ മിന്നിമറയുന്നു. നിമിഷങ്ങളും മണിക്കൂറുകളും യുഗങ്ങളും കടന്നു പോകവേ, നിമിഷങ്ങളും മണിക്കൂറുകളും യുഗങ്ങളും കടന്നു പോകവേ, ശില്പമായി മാറ്റിയ ശില്പി പ്രപഞ്ചത്തിലേതോ കോണിൽ തപം ചെയ്യുന്നു. കാലത്തിൻ്റെ ജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാരണഭൂതരായ മനുഷ്യജന്മങ്ങൾ വിയർപ്പൊഴുക്കിയ ശിലകളിൽ രൂപങ്ങളും ഭാവങ്ങളും തെളിയുന്നു. കാലാന്തരത്തിൽ ശിലകളിൽ കോറിയിട്ട രൂപങ്ങൾ മാടി വിളിക്കുന്നു തങ്ങളെയൊന്നു കാണുവാൻ, മാടി വിളിക്കുന്നു തങ്ങളെയൊന്നു കാണുവാൻ. ഇന്നലെയുടെ കോപ്പുകൂട്ടലും കോലങ്ങളും നിറങ്ങൾ പകരുന്നു മനസ്സിൽ, ഇന്നലെയുടെ കോപ്പുകൂട്ടലും കോലങ്ങളും നിറങ്ങൾ പകരുന്നു മനസ്സിൽ. അവിടെ ജീവിക്കുന്ന ശില്പികളെന്ന മഹത്വത്തിനുടയോ, ജീവന്റെ കണിക തുടിക്കുന്ന വിഗ്രഹങ്ങളിൽ നോക്കി നിൽക്കവേ അറിയാതെ കൈകൂപ്പുന്നു, അറിയാതെ മനസ്സു തുറക്കുന്നു, അറിയാതെ കൈകൂപ്പുന്നു, അറിയാതെ
അറിയാതെ മനസ്സു തുറക്കുന്നു, അറിയാതെ കൈകൂപ്പുന്നു, അറിയാതെ മനസ്സു തുറക്കുന്നു. നഷ്ടവസന്തങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഞൊടിയിടയിൽ മിന്നിമറയുന്നു. നിമിഷങ്ങളും മണിക്കൂറുകളും യുഗങ്ങളും കടന്നു പോകവേ ശില്പമായി മാറ്റിയ ശില്പി പ്രപഞ്ചത്തിലേതോ കോണിൽ തപം ചെയ്യുന്നു. ശിലയായി ശില്പമായി ശില്പിതൻ കരവിരുതിൽ, ശിലയായി ശില്പമായി ശില്പിതൻ കരവിരുതിൽ ശില്പമായി മാറ്റിയ ശില്പി പ്രപഞ്ചത്തിലേതോ കോണിൽ തപം ചെയ്യുന്നു. ശിലയായി ശില്പമായി ശില്പിതൻ കരവിരുതിൽ, ശില്പിതൻ കരവിരുതിൽ, ശില്പിതൻ കരവിരുതിൽ. കാലത്തിൻ്റെ ജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ, കാലത്തിൻ രജതരേഖ മാറ്റുരയ്ക്കുന്നു ശിലകളിൽ.